Hey guys, Samsung Galaxy S21 FEയിൽ മാർച്ചിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് നോക്കാൻ വെച്ചാൽ 247.36 MB ആണ്. അപ്പോൾ അവിടെ സാധാരണ എഴുതുന്ന മാതിരി ദ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ക്യാൻ ഇൻക്ലൂഡ് ബട്ട് ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ടു ഡിവൈസ് സ്റ്റെബിലിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ് ബഗ് ഫിക്സസ്. പുതിയ ഫീച്ചേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എന്തായാലും ഇതിൻ്റെ ഗിഗ് ബെഞ്ച് സ്കോറും പിന്നെ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്ഡേറ്റിൻ്റെ മുമ്പേ. ഇന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കട്ടെ. അപ്ഡേറ്റ് ഞാൻ ചെയ്യാൻ പോണത്, എനിക്ക് മുമ്പേ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാമെന്നും കാണിക്കുക, പിന്നെ ഇതിൻ്റെ ഗിഗ് ബെഞ്ച് സ്കോറും ബിഫോർ ദ അപ്ഡേറ്റ് ആൻഡ് ആഫ്റ്റർ ദ അപ്ഡേറ്റും കാണിക്കുക, അതേമാതിരി CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റും. അപ്പോൾ ബേസിക്കായി ഇൻഫർമേഷൻ തരാം ഈ അപ്ഡേറ്റിനെ പറ്റിയിട്ട്. പിന്നെ ബാറ്ററി ലൈഫൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ഈ വീഡിയോ തുടങ്ങേണ്ട മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ലാപ്ടോപ്പിൽ വെച്ചിട്ട് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കാം നമ്മുടെ സാംസങ്ങിൻ്റെ ഫോണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സാംസങ്ങിൻ്റെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സ്മാർട്ട് സ്വിച്ച് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. അതേമാതിരി നിങ്ങളുടെ ലാപ്ടോപ്പിൽ പോയിട്ട് സാംസങ്ങിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് സ്മാർട്ട് സ്വിച്ച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ USB കേബിൾ വെച്ചിട്ട് നമ്മുടെ ഫോണും ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്യുക. സ്മാർട്ട് സ്വിച്ച് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമ്മുടെ S21 FE കണക്റ്റ് ആവണതായിരിക്കും. ഇവിടെ കണക്റ്റിംഗ് ടു യുവർ ഡിവൈസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബാക്കപ്പ് റീസ്റ്റോർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ 9 സെലക്റ്റഡ് ആണ്, ഇതൊക്കെ അൺസെലക്ട് ആക്കുകയാണ്. എന്നിട്ട് ഇവിടെ ക്യാൻസൽ കൊടുക്കുകയാണ്. ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാണാനുണ്ട്. ആ ന്യൂ സോഫ്റ്റ്വെയർ വെർഷൻ ഈസ് അവൈലബിൾ. അപ്പോൾ ഞാൻ ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇവിടെ കാണിക്കുന്നത് 7.32 GB ആണ് എനിക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാർച്ചിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. അതേ സമയത്ത് എൻ്റെ ഫോണിൽ കാണിക്കുന്നത് വെറും 232 സംതിങ് MB ആണ്. അപ്പോൾ എന്തായാലും ഞാൻ ലാപ്ടോപ്പിലൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോട്ടെ. ഇവിടെ നിന്ന് കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ബിഫോർ അപ്ഡേറ്റിംഗ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കോഷൻ പറഞ്ഞിട്ട് അവിടെ ഓൾ കൺഫേം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു സ്മാർട്ട് സ്വിച്ച്. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഡു യു വാണ്ട് ടു അലൗ ദിസ് ആപ്പ് ടു മേക്ക് ചേഞ്ചസ് ടു യുവർ ഡിവൈസ്? അപ്പോൾ യെസ് എന്ന് കൊടുക്കുക. പ്ലഗിങ്സ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്ലഗിങ്സ് ഡൗൺലോഡ് ആവും. ഇപ്പോൾ എന്തായാലും ഇവിടെ 7 GB ഫയൽ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി ഇത് ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഇൻസ്റ്റാൾ ആകുമ്പോൾ നമ്മുടെ ഫോണിൽ ഇങ്ങനെയാണ് കാണുക. ഇപ്പോൾ ഫോണിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. One UI 6.1 മാർച്ച് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിലേക്ക്. അപ്പോൾ എന്തായാലും ഈ സമയത്ത് ഫോണും തൊടാതിരിക്കുക. ഓട്ടോമാറ്റിക്കലി ഫോൺ റീസ്റ്റാർട്ടാവും. റീസ്റ്റാർട്ടായിട്ട് നമുക്ക് One UI 6.1 മാർച്ചിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ് കാണാൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സക്സസ്ഫുള്ളി നമ്മുടെ ഫോണിൽ മാർച്ചിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് കാണാൻ കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും ഇങ്ങനെ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ വെച്ചിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇത് എളുപ്പമായി വഴിയാണ്. പക്ഷേ നമുക്ക് ഫോണിൽ 239 MB ഡൗൺലോഡ് ചെയ്യേണ്ട പകരം അവിടെ 7 GB അല്ലെങ്കിൽ 11 GB സംതിങ് ആവും. കുറച്ച് ഡൗൺലോഡിങ് സൈസ് കുറച്ച് അധികമായിരിക്കും അതിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സേഫായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും സ്മാർട്ട് സ്വിച്ച് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ മാർച്ചിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട്, ക്യാമറ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ ഒക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഡീറ്റെയിലായി വീഡിയോ ഇടുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഞാൻ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റും ഗിഗ് ബെഞ്ച് സ്കോറും അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ എടുത്തിരുന്നു. അതിൻ്റെ സ്കോർസ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റിനെ പറ്റി നോക്കാന്ന് വെച്ചാൽ ജസ്റ്റ് ബിഫോർ അപ്ഡേറ്റിംഗ് ദ ഫോൺ ഞാൻ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ഇതിൽ കാണിക്കുന്നത് CPU ത്രോട്ടൽ ടു 52% ഓഫ് ഇറ്റ്സ് മാക്സ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ചൂടുകാലമാണ്, അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഫോൺ ചൂടാവുന്ന സമയത്ത് നന്നായിട്ട് ത്രോട്ടിലാവും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്കോർ കാണിക്കുന്നത്. അപ്പോൾ CPU ത്രോട്ടൽ ടു 52% ഓഫ് ഇറ്റ്സ് മാക്സ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അതേ സമയത്ത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ CPU ത്രോട്ടൽ ടു 70% ഓഫ് ഇറ്റ്സ് മാക്സ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ത്രോട്ട്ലിംഗ് ഇഷ്യൂ ഒക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഈ മാർച്ചിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ തോന്നുന്നുണ്ട്. എന്തായാലും
ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം. ഇതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ടോ ഒക്കെ അതിന് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഗീക്ക് ബെഞ്ച് സ്കോറിനെ പറ്റി നോക്കാന്ന് വെച്ചാൽ ബിഫോർ ദ അപ്ഡേറ്റ് ഞാൻ ഗീക്ക് ബെഞ്ച് സ്കോർ ഒന്ന് റൺ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ സിംഗിൾ കോർ സ്കോർ 983 ആണ് കാണുന്നത്. അതേ സമയത്ത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം സിംഗിൾ കോർ സ്കോർ 735 ആണ് കാണിക്കുന്നത്. അതേ സമയത്ത് മൾട്ടി കോർ സ്കോർ അപ്ഡേറ്റിൻ്റെ മുമ്പേ 3010 ആയിരുന്നു, അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം 2285 ആണ്. അപ്പോൾ എന്തായാലും ഗീക്ക് ബെഞ്ചിൽ സ്കോർസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റിയൽ ലൈഫ് പെർഫോമൻസ് ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് ഇൻസ്റ്റഗ്രാം ബേസിക് ടാസ്കോ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ്, അതിനെ പറ്റിയിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽ ആയി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ പുതിയ ഗൂഗിൾ പ്ലേ സിസ്റ്റം അപ്ഡേറ്റ് വന്നിട്ടുണ്ട് മാർച്ചിൻ്റെ. അതിന് വേണ്ടിയിട്ട് എബൌട്ട് ഫോണിൽ പോയിട്ട് സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിൽ പോവുക. സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഗൂഗിൾ പ്ലേ സിസ്റ്റം അപ്ഡേറ്റ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ മാർച്ചിൻ്റെ ഗൂഗിൾ പ്ലേ സിസ്റ്റം അപ്ഡേറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം കുറേ പേര് പറയുന്നുണ്ട് ഓൺലൈന് S21 ക്യാമറ ഭയങ്കരമായിട്ട് ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ടെന്ന്. പിന്നെ അതേമാതിരി കുറേ പേര് പറയുന്നുണ്ട് ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഒന്നും കാണിക്കണില്ല അവർ സാംസങ്ങിൻ്റെ 25 വാട്ട് ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്യുമ്പോൾ. പക്ഷേ ഞാൻ അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ല. പിന്നെ ഫോട്ടോസ് ഞാൻ അത് എടുത്ത് നോക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതിൻ്റെ ക്യാമറ ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ടോ അതോ ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ. പക്ഷേ ഓൺലൈനിൽ കുറേ പേര് എഴുതുന്നത് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ടെന്ന്. പിന്നെ കുറേ പേർക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസും വരുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിനെ പറ്റിയിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല എൻ്റെ ഫോണിൽ. അപ്പോൾ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ നന്നായിട്ട്. അപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വല്ലതും വരുന്നുണ്ടോ, അതേമാതിരി ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട്, പെർഫോമൻസിൻ്റെ നെറ്റ്വർക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.